സംസ്ഥാനത്തെ മയക്കുമരുന്ന് എത്തിക്കുന്ന പ്രധാന കണ്ണി വയനാട് പോലീസിന്റെ പിടിയിൽ. ടാൻസാനിയൻ സ്വദേശി പ്രിൻസ് സാംസണാണ് പിടിയിലായത്. ബംഗളൂരു കേന്ദ്രീകരിച്ച് നിരവധി ലഹരിമരുന്ന് ഇടപാടുകൾ നടത്തിയതായി പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. സുർജിത്ത് അയ്യപ്പത്ത് വയനാട് ചെയ്തു. സുർജിത്ത്, ലഹരിയുടെ ഉറവിടത്തിൽ കയറി തന്നെയാണ് പോലീസ് ആളെ പൊക്കിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം മുത്തങ്ങയിൽ MDMA പിടിയിലായ യുവാവിൽ നിന്ന് ലഭിച്ച മൊഴിയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് ടാൻസാനിയൻ സ്വദേശി പിടിയിലായതെന്ന് മനസ്സിലാക്കുന്നു. ഇയാളുടെ മലയാളി വരികളെ സംബന്ധിച്ച് എന്തെങ്കിലും വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടോ? സുഹൈൽ, കഴിഞ്ഞ 24-ാം തീയതിയാണ് മുത്തങ്ങ ചെക്ക് പോസ്റ്റിൽ പരിശോധന നടന്നത്. ആ പരിശോധനയിൽ ബൈക്കിൽ 94 ഗ്രാം MDMA-യുമായി മലപ്പുറം സ്വദേശിയായ ഷഫീഖിനെ പിടികൂടി. ഈ ഷഫീഖിനെ വിശദമായി പോലീസ് ചോദ്യം ചെയ്തു. ഇതിനുശേഷം നടത്തിയ അന്വേഷണത്തിലാണ് ഇപ്പോൾ ടാൻസാനിയൻ സ്വദേശിയായിട്ടുള്ള പ്രിൻസിനെ പിടികൂടാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇയാൾ ഇവിടെ ബാംഗ്ലൂരുവിൽ വിദ്യാർത്ഥിയായി പഠിക്കുകയാണ്. അദ്ദേഹം ഒരു കോളേജിൽ, സ്വകാര്യ കോളേജിൽ പഠിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് MDMA ഉൽപ്പാദിപ്പിച്ച ശേഷം വിൽപ്പന നടത്തിയ ആളാണ് ഇയാൾ എന്നുള്ള തരത്തിലുള്ള സൂചന പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഇയാളുടെ ബാങ്ക് വിശദാംശങ്ങളടക്കം പോലീസ് ശേഖരിച്ചു. ഇതിൽ ചില അക്കൗണ്ടുകളുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ 80 ലക്ഷത്തോളം രൂപ ഇയാൾക്ക് വന്നിട്ടുണ്ട്. അതെല്ലാം തന്നെ ഈ ലഹരി ഇടപാടുമായി ബന്ധപ്പെട്ടുള്ളതാണ് എന്നുള്ളതാണ് പോലീസിന്റെ നിഗമനം. 100 ഗ്രാം വരുന്ന ഒരു പൗഡർ, കെമിക്കൽ പൗഡർ ആണെന്നുള്ള സംശയമുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇത് സൂക്ഷ്മമായ പരിശോധനയ്ക്ക് വേണ്ടി പോലീസ് അയച്ചിരിക്കുകയാണ്. ഇത് MDMA, മെത്താസിറ്റമിൻ തന്നെയാണ് എന്നുള്ള തരത്തിലുള്ള ഒരു സംശയം പോലീസിനെ സംബന്ധിച്ചുണ്ട്. എന്തായാലും ഉറവിടത്തിൽ സാധാരണഗതിയിൽ ഇത്തരത്തിൽ ഈ കാരിയേഴ്സ് ആയിട്ടുള്ള ആളുകളെയാണ് പിടികൂടാൻ കഴിയാറുള്ളത്. പക്ഷേ ഇത് ഉറവിടത്തെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് പോലീസിന്റെ ഭാഗത്തുണ്ടായത്. വയനാട് പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഡാൻസാഫും അതോടൊപ്പം തന്നെ സ്പെഷ്യൽ സ്ക്വാഡും ഉൾപ്പെടെയുള്ളവർ, വയനാട് ബത്തേരി DYSP അബ്ദുൾ ഷെരീഫ്, ഒപ്പം തന്നെ SP ആയിട്ടുള്ള തബോഷ് ബസുമദാരി ഉൾപ്പെടെയുള്ളവരുടെ നേതൃത്വത്തിലുള്ള സംഘം, ആ സംഘമാണ് ഇതിനുവേണ്ടി പ്രത്യേക സംഘമാണ് ഈ ലഹരി കേസുകൾ അന്വേഷിച്ചത്. ആ അന്വേഷണത്തിന്റെ ഭാഗമായി ബാംഗ്ലൂരിൽ എത്തുകയും ബാംഗ്ലൂരിൽ നിന്ന് ഇയാളെ പിടികൂടാൻ കഴിയുകയുമാണ് ഉണ്ടായിട്ടുള്ളത്. എന്തായാലും ഇയാളെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. ഇയാൾ മാത്രമല്ല, ഇയാളും ഒരു പെൺസുഹൃത്തും കൂടി ഒരുമിച്ചാണ് തങ്ങിയിരുന്നത് എന്നുൾപ്പെടെയുള്ള വിവരങ്ങൾ വ്യക്തമാകുന്നുണ്ട്. അവരെ കേന്ദ്രീകരിച്ചും അന്വേഷണം നടക്കുന്നുണ്ട്. ഇത്തരത്തിൽ ഈ ആഫ്രിക്കൻ മേഖലയിൽ നിന്ന് ഇവിടെ വന്ന് താമസിക്കുന്ന ആളുകൾക്ക് ഇത്തരത്തിൽ ലഹരി ഇടപാടുമായി ഇത് ഉത്പാദിപ്പിക്കുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ബന്ധമുണ്ട് എന്നുള്ള തരത്തിലുള്ള സ്ഥിരീകരണം പോലീസിന് ഉണ്ടായിട്ടുണ്ട്. അയാളെ വിശദമായി ചോദ്യം ചെയ്യുന്നു. കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകും എന്നുള്ള സൂചനയാണ് SP നൽകുന്നത്. ലഹരി മാഫിയയെ വേരോടെ പിഴുതെറിയാൻ ഇത്തരത്തിൽ ഉറവിടത്തിൽ കയറി തന്നെ അടിക്കണം. BCA പഠിക്കാൻ ടാൻസാനിൽ നിന്ന് വന്ന വിദ്യാർത്ഥിയാണ്. 80 ലക്ഷം രൂപയുടെ ട്രാൻസാക്ഷനുകളാണ് അക്കൗണ്ടിൽ നടന്നത്. ലഹരി നിർമ്മിച്ച് അത് വിറ്റിരുന്ന പ്രധാനിയാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്.